നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ മോഹൻകുമാർ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ ഇടുക്കിയിലും പോലീസ് പരിശോധന ശക്തം. പരിശോധന ആരംഭിച്ചതിന് ശേഷം പിടിച്ചത് 18 കേസുകൾ. പിടിയിലായത് 20 പ്രതികൾ. കണ്ണമ്പിടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ അഗ്നിശമന യന്ത്രം നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വർഷം സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച ഹോംഗാർഡ് ടി ധനപാലന് യാത്രയയപ്പ് നൽകി കുമളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാൻ ഇടുക്കിയിലും പോലീസ് പരിശോധന ശക്തം. പരിശോധന ആരംഭിച്ചതിന് ശേഷം പിടിച്ചത് 18 കേസുകൾ. പിടിയിലായത് 20 പ്രതികൾ. 8 കഞ്ചാവ് ചെടികളും പിടിച്ചെടുത്തു. ഏറ്റവും ഒടുവിൽ പിടിയിലായത് കുമളിയിൽ 1.5 കിലോ കഞ്ചാവുമായി 3 യുവാക്കൾ. ലഹരി വിൽപ്പനയ്ക്കെതിരെ രഹസ്യാന്വേഷണവും ശക്തമാക്കി പോലീസ്. സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ പോലീസ് സേന നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലും ശക്തമായ പരിശോധന തുടരുകയാണ്. ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 18 കേസുകളിൽ നിന്നായി 20 പേർ അറസ്റ്റിലാവുകയും 879 ഗ്രാം കഞ്ചാവും 8 കഞ്ചാവ് ചെടികളും പിടിച്ചെടുക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പിടികൂടിയത് കുമളി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ 1.5 കിലോ കഞ്ചാവാണ്. അമരാവതി മുകുളേൽ എബിൻ MJ, കൊല്ലം പട്ടട കുന്നത്തുമയിൽ സന്തോഷ്, അമരാവതി കുഴിക്കണ്ടം കാർത്തികയിൽ അർജുൻ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറിയ പൊതികളിലാക്കി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് കൊല്ലം പട്ടണ ഭാഗത്തു നിന്ന് ഇവരെ പോലീസ് പിടികൂടിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പെരുമ്പാവൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് എബിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നതായി പ്രതികൾ വെളിപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 1.5 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തത്. തൂഫാന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വ്യാപകമായ റെയ്ഡും ഇന്റലിജൻസ് കളക്ഷനും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇടുക്കി SP അവറുകളുടെയും അതുപോലെ തന്നെ പിരിമ DSP അവറുകളുടെയും പ്രത്യേക സൂപ്പർവിഷൻ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ആ റെയ്ഡ് നടത്തി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വളരെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളിലായിട്ട് കുറച്ച് കോൺട്രാബൻസ് കിട്ടിയായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു സോഴ്സ് നമ്മൾ തപ്പുകയും അതുപോലെ ഇന്റലിജൻസ് കളക്ഷൻ കൂടുതലായിട്ട് നടത്തുകയും ചെയ്തിട്ടാണ് വന്നത്. ഇതൊരു 1.5 കിലോയോളം ഉണ്ട്, ഗഞ്ചായനത്തിൽപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 പ്രതികളും കുമളി സ്വദേശികളാണ്. ഇതിൽ മറ്റ് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തി മേഖലയും തോട്ടം മേഖലയും ഉൾഗ്രാമങ്ങളും അടക്കം കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന തുടരുവാനാണ് പോലീസിന്റെ തീരുമാനം. ഇതുകൂടാതെ കഞ്ചാവ് അടക്കമുള്ള ലഹരി മരുന്നുകൾ പിടികൂടുന്നതിനൊപ്പം ഇതിന്റെ ഉറവിടം കണ്ടെത്തി മാഫിയ സംഘങ്ങൾക്ക് തടയിടുവാനുള്ള നീക്കത്തിലാണ് പോലീസ്. സിറ്റി വിഷൻ കുമളി. അഗ്നിശമന യന്ത്രം നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണമ്പിടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിന് ആവശ്യമായ അഗ്നിശമന യന്ത്രമാണ് യൂത്ത് കോൺഗ്രസ് ഉപ്പുതര മണ്ഡലം കമ്മിറ്റി സ്കൂളിന് കൈമാറിയത്. യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിബിൻ ജോയി, മണ്ഡലം സെക്രട്ടറി ആൽബിൻ റാപ്പൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഗ്നിശമന യന്ത്രം നൽകിയത്. സ്കൂളിൽ നേരിട്ടെത്തി പ്രധാന അധ്യാപിക നിഷ ആൻ ജോയിക്ക് അഗ്നിശമന യന്ത്രം കൈമാറി. ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളിൽ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ആവശ്യമുണ്ടെന്ന് ഇവിടുത്തെ HM നിഷ മാം ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് അത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യുകയും ഇന്നത് നമ്മളത് ഫയർ എക്സ്റ്റിങ്വിഷർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്നത് നമ്മൾ കൊടുത്തു. അതിനുവേണ്ടി നമ്മളെ സഹായിച്ചത് വളകോടുള്ള പീസ് വേ ഈവൻസിൻ്റെ ഓണർ ജിതിൻ ലാലിച്ചനാണ്. ജിതിൻ ലാലിച്ചനോടുള്ള നന്ദി സ്നേഹവും മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കും. ഉപ്പുതറ പഞ്ചായത്തിലെ വിദൂര ആദിവാസി ഉന്നതിയായ കണ്ണമ്പടിയിലെ 12 ഉന്നതികളിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂള്. പരാധീനതകൾക്കിടയിലും മികച്ച പ്രവർത്തനമാണ് കണ്ണമ്പടി സ്കൂളിൽ നടക്കുന്നത്. SSLC പരീക്ഷയ്ക്ക് തുടർച്ചയായി മികച്ച വിജയം നേടുന്നതാണ് ഇതിനുദാഹരണം. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് അഗ്നിശമന യന്ത്രം ആവശ്യമായി വരികയും സ്കൂൾ അധികൃതർ ഇക്കാര്യം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എബിൻ ജോയിയെ അറിയിക്കുകയും പീസ് വേയിന്റെ വളകോടിന്റെ ഉടമ ജിതിന്റെ സഹായത്തോടെയാണ് പിന്നീട് യന്ത്രം വാങ്ങി നൽകിയത്. യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലത്തിൽ ഈ അധ്യയന വർഷം നടത്തുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സിറ്റി വിഷൻ ഉപ്പുതറ. തേനി
ജില്ലയിലെ കമ്പം ടൗണിൽ നിന്ന് കേരളത്തിലേക്കുള്ള കമ്പംമേട് മലയോര പാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ മുതൽ 1 മാസത്തേക്ക് ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഹൈവേ വകുപ്പ് നിരോധിച്ചു. വാഹനം ഓടിക്കുന്നവർ ബദൽ റൂട്ടുകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കേരള അതിർത്തിയായ തേനി ജില്ലയിൽ നിന്ന് തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് കമ്പംമെട്ട് ബോഡിമെട്ട് റോഡ്. അതിന്റെ ഭാഗമായി കമ്പംമെട്ട് റോഡ് കമ്പത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള കണക്ഷൻ റോഡാണ്. പൊതുജനങ്ങളുടെയും തേയിലത്തോട്ട തൊഴിലാളികളുടെയും 1000-ലധികം വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നത്. 18 ഹയർപിൻ വളവുകളോടെയുള്ള ഈ മലയോര പാത തകർന്നതിനാൽ വാഹനയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഹൈവേ വിഭാഗം നടപടി സ്വീകരിക്കുകയും ഡ്രെയിനേജിന് നിർമ്മിക്കുകയും സംരക്ഷണ ഭിത്തികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ജോലികൾ 3 മാസമായി നടത്തിവരികയായിരുന്നു. കൂടാതെ 18-ാം വളവിന് സമീപമുള്ള റോഡിൽ വൻതോതിൽ തകർന്ന് ഉപയോഗശൂന്യമായി. പുതിയ പാല നിർമ്മാണം നടക്കുന്നതിനാൽ നാളെ 8 മുതൽ ജൂലൈ 7 വരെ 30 ദിവസത്തേക്ക് കമ്പംമെട്ട് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം ഹൈവേ വകുപ്പും ജില്ലാ ഭരണകൂടവും നിരോധിച്ചു. ഇതുവഴിയുള്ള യാത്രക്കാർ കുമളി ഹിൽ റോഡ് വഴി പോകാനാണ് നിർദ്ദേശം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. 15 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച ഹോംഗാർഡ് ടി ധനപാലന് യാത്രയയപ്പ് നൽകി കുമളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ ജോലി ചെയ്ത ഇദ്ദേഹം തുടങ്ങിയതും വിരമിച്ചതും കുമളി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. കുമളി SHO അഭിലാഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ വെച്ച് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. 15 വർഷം ഹോംഗാർഡായും അതിനു മുമ്പ് 17 വർഷം ഇന്ത്യൻ സൈന്യത്തിലും സേവനമനുഷ്ഠിച്ച ടി ധനപാലന കുമളി പോലീസ് സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി. തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ സ്വദേശിയായ ധനപാലൻ ഹോംഗാർഡ് സേവനം ആരംഭിച്ചതും വിരമിക്കുന്നതും കുമളി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഇടുക്കി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ സേവനമനുഷ്ഠിച്ച ധനപാലൻ കർത്തവ്യനിഷ്ഠയോടെയും ആത്മാർത്ഥതയോടെയും ജോലി ചെയ്ത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സഹപ്രവർത്തകരുടെ ആദരവ് നേടിയ വ്യക്തി കൂടിയാണ്. ജോലിയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ നേരത്തെ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് 17 വർഷം സേവനം പൂർത്തിയാക്കിയിട്ട് തിരിച്ചിവിടെ വന്നിട്ട് 2010 ഇത് ഹോംഗാർഡിൽ കയറിയായിരുന്നു. ഹോംഗാർഡിൽ കയറിയപ്പോൾ പോലീസിൻ്റെ വിഭാഗത്തിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ടതുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. കുമളി പോലീസ് സ്റ്റേഷൻ റിക്വസ്റ്റ് കൊടുത്തു. പിന്നെ അവിടെ വന്നിട്ട് ടോട്ടൽ 15 വർഷം നമ്മുടെ ഇത് പൂർത്തിയാക്കിയിട്ട് ജോലി പൂർത്തിയാക്കിയിട്ട് 63 വയസ്സ് പ്രായമായതിനാൽ ഞാൻ ഇന്ന് റിട്ടയർഡ് ആവുകയാണ്. അവരോടൊപ്പം തന്നെ ഞാൻ കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയാണ്. പിന്നെ ഈ കുമളി സ്റ്റേഷനിൽ വന്ന ശേഷം ട്രാഫിക്കിലാണ് മെയിനായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നത്. എത്ര തിരക്കായിരുന്നാലും ഞാൻ മാത്രമേ ഉള്ളൂ ക്ലിയറായിട്ട് എല്ലാം ചെയ്യും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ SHO സാറൊക്കെ പറഞ്ഞിട്ട് പോലീസ് വിഭാഗം അവരെ നമുക്ക് സഹായിക്കുമായിരുന്നു. എല്ലാവർക്കും സന്തോഷകരമായിട്ട് ഞാൻ 3 സ്ഥലത്തിൽ ജോലി ചെയ്തായിരുന്നു. 3 സ്ഥലത്തിൽ വണ്ടിപ്പെരിയാർ, ഇടുക്കി, കുമളി 3 സ്ഥലത്തിൽ നന്നായിട്ട് ആത്മാർത്ഥ ജോലി ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുമളി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അഭിലാഷ് കുമാർ കെയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ SIമാരായ കണ്ണൻ, രാജേഷ് എന്നിവര് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ആശംസകൾ നേർന്നു. ധനപാലന്റെയും കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഭാര്യയും 2 മക്കളുമൊത്ത് കുമളിയിൽ താമസിക്കുന്ന ധനപാലൻ വിരമിച്ച ശേഷവും കുമളിയിൽ തന്നെ സ്ഥിരതാമസമാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൈനിക സേവനവും ഹോംഗാർഡ് സേവനവും ഉൾപ്പെടെ 3 പതിറ്റാണ്ടിലേറെ നീണ്ട പൊതുജീവിതത്തിന് വിരാമമിടുന്ന ടി ധനപാലിന് സഹപ്രവർത്തകർ നൽകിയ യാത്രയയപ്പ് അദ്ദേഹത്തിന്റെ സമർപ്പണ ബോധത്തിനുള്ള അംഗീകാരമായി മാറി. സിറ്റി വിഷൻ, കുമളി. ഇടുക്കി സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായി ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന പരിശീലന പരിപാടികൾ ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് KM സാബു മാത്യു ഉദ്ഘാടനം ചെയ്തു. മദ്യം, മയക്കുമരുന്നുകൾക്ക് പുറമെ പുതിയ തലമുറയിലെ കുട്ടികളെയും യുവാക്കളെയും ഏറ്റവുമധികം സ്വാധീനിക്കുകയും അടിമകളാക്കുകയും ചെയ്യുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങളുടെ സ്വാധീനത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് SPC കുട്ടികൾക്കായി ഡിഡാറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് KM സാബു മാത്യു IPS ഉദ്ഘാടനം ചെയ്തു. ഡിഡാറ്റ് എന്നൊരു പ്രോജക്റ്റ് കേരള പോലീസ് ഇംപ്ലിമെന്റ് ചെയ്തത് തന്നെ ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളിൽ നിന്ന് മാറ്റിയ നിർദ്ദേശമാണ്. ഇന്ന് ലോകത്തുള്ള 2 വലിയ വിപത്തുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ഒന്ന് മയക്കുമരുന്ന്, അതിന്റെ ഉപയോഗ വിപണനമൊക്കെ. രണ്ടാമത്തെ ഡിജിറ്റൽ അഡിക്ഷൻ.
മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ഒരു ദിവസം ഇരിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ട്? കൈവക്കുകയും ഒരു ദിവസമെങ്കിലും മൊബൈൽ ഫോൺ നോക്കാതിരിക്കാൻ പറ്റുന്നവർ എല്ലാവരും എങ്ങനെയാണോ? ശരി, എനിക്ക് ഏതാണ് ഈ മൊബൈൽ ഫോണ് സോഷ്യൽ മീഡിയ നോക്കാതെ എത്ര പേരുണ്ട്? അതിനകത്ത് നോക്കാതെ എത്ര പേരുണ്ട്? ഇല്ല, ആരുമില്ല. സോഷ്യൽ മീഡിയ നോക്കുന്നില്ല. ഓക്കെ, കുറച്ച് പേരുണ്ട്. അപ്പോ സോഷ്യൽ മീഡിയ എന്നൊരു സാധനം നമുക്ക് വാട്സാപ്പ് അമിതമായ ഉപയോഗത്തിലൂടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമൊക്കെ അടിമപ്പെടാതെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതിനോടൊപ്പം മറ്റുള്ള കുട്ടികൾക്കും സമൂഹത്തിനും വേണ്ടി ഒരു ബ്രാൻഡ് അംബാസിഡറായി ഓരോ കുട്ടികളും പ്രവർത്തിക്കണമെന്ന ജില്ലാ പോലീസ് മേധാവി കുട്ടികൾക്ക് നിർദ്ദേശം നൽകി. അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇമ്മാനുവൽ പോൾ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ഡിവൈഎസ്പി ഷിജു PS മുഖ്യപ്രഭാഷണം നടത്തി. SPC മോട്ടിവേഷൻ ഇൻസ്പെക്ടർ അജി അരവിന്ദ്, സോഷ്യൽ പോലീസിംഗ് ഓഫീസർ സജി ജോൺ, MRS പ്രിൻസിപ്പൽ മധുസൂദനൻ, സോഷ്യൽ പോലീസിംഗ് കോർഡിനേറ്റർ ധന്യമോഹൻ എന്നിവർ സംസാരിച്ചു. ഡി അഡിക്ഷൻ സെന്റർ പ്രോജക്ട് കോർഡിനേറ്റർ PK സജിൻ, തൂഫാൻ ഓപ്പറേഷൻ പ്രോജക്ട് കോർഡിനേറ്റർ CR സന്തോഷ് എന്നിവർ കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. NRCT ദേശീയ വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗവും വായനക്കളരിയുടെ സമാപനവും നടന്നു. ദേശീയ വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P. രാജാറാം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്തുന്നതിന് കലാ കായിക മേഖലയിൽ മികവ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തനം ആരംഭിച്ച NRCT ദേശീയ വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ
മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ സന്ദേശമുയർത്തി വായനക്കളരിയുടെ സമാപനവും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P. രാജാറാം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം നിലവാരം അത് കൂടുതൽ കുട്ടികളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. A+ നേടിയ കുട്ടികൾക്ക് നമ്മൾ അനുമോദനം നൽകുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കും ഇത് ഒരു പ്രചോദനമായിരിക്കും. എനിക്കും നാളെ ഇതുപോലെ അനുമോദനം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം മറ്റുള്ള കുട്ടികളിലേക്കും വരണം എന്നുള്ളതാണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദേശീയ വായനശാല എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വായനശാലയാണ്. പല പരിപാടികളും ഞാനിവിടെ പങ്കെടുത്തിട്ടുണ്ട്. സമൂഹത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, അതിനകത്ത് സഹകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ക്ലബ്ബ്. വായനശാല സെക്രട്ടറി EN വിശ്വംഭരൻ സ്വാഗതം ചെയ്തു. വായനശാല പ്രസിഡന്റ് EK ജിജിമോൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീജ സനൽ, പഞ്ചായത്ത് അംഗങ്ങളായ CR രാജു, ആശ ആജി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബിലാൽ, NRCT സ്കൂൾ മാനേജർ KP ജെയിൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. അർജുൻ കൃതജ്ഞത രേഖപ്പെടുത്തി. വായനശാല പ്രതിനിധികൾ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജാക്കാട് താലൂക്ക് യൂണിയൻ കുടുംബ സംഗമം നടന്നു. പുന്നസിറ്റി അംഗൻവാടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ സഭ രാജാക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിപുലമായ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. സമുദായ അംഗങ്ങളുടെ ഐക്യവും സൗഹൃദവും ദൃഢമാക്കുന്നതിനും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനുമായാണ് കുടുംബ സംഗമത്തിന്റെ ലക്ഷ്യം. പുന്നസിറ്റി അങ്കണവാടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ പറഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ രക്ഷിതാക്കളാണെങ്കിലും അത് നമ്മുടെ ഗുരുക്കന്മാരാണെങ്കിലും പറയുമ്പോഴും 10 പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുവാൻ, ആ കുട്ടികൾ മുഖേന സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ മുഖേന നല്ല വശങ്ങൾ തിരുത്തിക്കാണിക്കാൻ വേണ്ടിയാണ്. രാജാക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി അനൂപ് രവീന്ദ്രൻ സ്വാഗതം അർപ്പിച്ചു. സൈക്കോളജിക്കൽ തെറാപ്പിസ്റ്റ് നിഖിൽ S മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. സിന്ധു ഗോപാലൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. താലൂക്കിന്റെ വിവിധ ശാഖകളിൽ നിന്നായി നിരവധി കുടുംബങ്ങൾ സംഗമത്തിൽ സജീവമായി. സമുദായം നേരിടുന്ന സമകാലിക വിഷയങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിലെ പുരോഗതി, കുടുംബങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികൾ എന്നിവ ചടങ്ങിൽ ചർച്ചയായി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇൻഫാം രാജഗിരി ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫലവൃക്ഷ തൈ വിതരണവും നാടിന്റെ വികസന ചർച്ചയും നടന്നു. രാജഗിരി ക്രിസ്തുരാജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തോതപ്പാറ ക്രിസ്തുരാജ് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലത്ത് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ഇൻഫാം രാജഗിരി ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമസമിതിയുടെ കീഴിലുള്ള യൂണിറ്റുകളിലെ അംഗങ്ങൾക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത്. തുടർന്ന് ജനപ്രതിനിധികളും പൊതുജനങ്ങളുമായി നാടിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയും നടന്നു. ഇൻഫാം ഗ്രാമസമിതി പ്രസിഡന്റ് സജി മാടശ്ശേരി അധ്യക്ഷത വഹിച്ച പരിപാടി തോതപാറ ക്രിസ്തുരാജ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലത്ത് ഉദ്ഘാടനം ചെയ്തു. ഏതൊരു കർഷകന്റെ വീട് നോക്കിയാലും പുരയിടം നോക്കിയാലും അവിടെയെല്ലാം പച്ചപ്പുകളുടെ ഒഴുക്ക് കാണാം. കർഷകരില്ലാത്ത നാട്ടുപുറത്തേക്ക് ചെന്നാൽ വീടുകളുടെ കൊത്തൊഴുക്ക് കാണാം. അവിടെയും കർഷക പുത്രന്മാർ കുറച്ചുപേരുള്ളത് കൊണ്ട് അവരുടെയൊക്കെ വീടിന് ചുറ്റും കുറച്ച് മരങ്ങളും ചെടികളും ഉണ്ടാവും. ബാക്കിയുള്ളിടത്തെല്ലാം പ്രകൃതിയെ
അണിയിച്ചൊരുക്കുന്ന കുറച്ച് പുല്ലുകൾ, അങ്ങനെ മനോഹരമായ ഗാർഡനുകൾ മാത്രമായിരിക്കും കാണാൻ പറ്റുക. പ്രധാന പ്രശ്നങ്ങളായ റോഡ്, കുടിവെള്ള പ്രശ്നം, വന്യജീവി ശല്യം എന്നിവ ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലത്ത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹണിമോൾ ബിനു, പഞ്ചായത്ത് അംഗങ്ങളായ സബിത SS, ജിസാമോൾ നോബർ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകുകയും ചെയ്തു. ഫലവൃക്ഷ തൈകൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സബിത SS, ജിസ നോബർ, ഹണിമോൾ ബിനു, മാധ്യമപ്രവർത്തകൻ ഷിജോ ഫിലിപ്പ് എന്നിവർ ചേർന്ന് വിവിധ യൂണിറ്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. ഇൻഫാം ഗ്രാമസമിതി സെക്രട്ടറി റോയി ജോസഫ്, ഇൻഫാം മഹിളാ സമാജ് ഭാരവാഹികളായ വത്സമ ടോമി, ജിജി ജെറോമി, റെജീന ചാർലി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. മുസ്ലിം ലീഗ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MLA റോയി കെ പൗലോസിന് സ്വീകരണവും വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും നടത്തി. പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കേരള നിയമസഭയിലെത്തിയ MLA റോയി കെ പൗലോസിന് മുസ്ലിം ലീഗ് ഇടുക്കി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഇടുക്കി ജില്ലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ +2 SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്ത സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം ഉദ്ഘാടനം ചെയ്തു. അതിന് പ്രേരിപ്പിക്കപ്പെട്ട, അതിന് കരുത്തായിട്ടുള്ള കുടുംബങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ പരിശ്രമങ്ങളും പ്രാർത്ഥനയും കൊണ്ട് അവരെ പ്രാപ്തരാക്കിയെടുത്ത അധ്യാപകരുടെ പങ്കുണ്ട്. അവരെ പ്രാപ്തരാക്കുന്നതിന് സന്മനസ് കാട്ടിയ സ്ഥാപനങ്ങളുടെ ബന്ധമുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ ഏജൻസികളും അവരെല്ലാം ഈ രംഗത്ത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് നാടുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. IUML ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് MK നവാസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ നിർവഹിച്ചു. പഠനോപകരണ വിതരണം ജില്ലാ ട്രഷറർ TK നവാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, ഇബ്രാഹിം ഇഞ്ചക്കുടി, അബ്ദുൽ ഗഫൂർ കട്ടപ്പന, നസിയ ഫൈസൽ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,000 രൂപ, പവന് 1,12,000 രൂപ, വെള്ളി ഗ്രാമിന് 270 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ ഇടുക്കിയിലും പോലീസ് പരിശോധന ശക്തം. പരിശോധന ആരംഭിച്ചതിന് ശേഷം പിടിച്ചത് 18 കേസുകൾ, പിടിയിലായത് 20 പ്രതികൾ. കണ്ണമ്പിടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ അഗ്നിശമന യന്ത്രം നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പതിനഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച ഹോംഗാർഡ് T ധനപാലന് യാത്രയയപ്പ് നൽകി കുമളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.